ഹലോ ഹായ്, നമുക്കിന്നൊരു മാങ്ങാക്കറി വെച്ചാലോ? അതിനെ ഞാൻ ഒരു മാങ്ങ ഒരു കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ഒഴിച്ച് ഞാൻ വേവിച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ വേവിച്ച് വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട് നന്നായിട്ട് മഷി പോലെ അടിച്ച് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കൊച്ചുള്ളി ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും നിങ്ങൾ ചെയ്യുക. ഞാൻ കുറച്ച് മാത്രമേ വെക്കുന്നുള്ളൂ. ഇത് മൊരിഞ്ഞ് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, അല്ലാത്ത മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇതിലേക്കിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് കുറച്ച് കരിവേപ്പിലയും 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ഞാൻ ആ വെന്ത മാങ്ങയില്ലേ അത് ഇതിലേക്കിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആ മസാലയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരുന്ന ആ കൂട്ടില്ലേ, തേങ്ങാക്കൂട്ട്, അത് ഇതിലേക്ക് ഒഴിച്ച് ആ മിക്സി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് തൈര് വേണം. കട്ട തൈര് 1/2 കപ്പ് തൈര് മിക്സിയിൽ അടിച്ചെടുക്കണം. എൻ്റെ കയ്യിൽ ഇന്നലത്തെ മോര് കാച്ചിയതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് തൈരും ആ മോര് കാച്ചിയും കൂടെ ഒരുമിച്ചാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. അതാണ് അതിലേക്ക് ഒരു കടുകിൻ്റെയൊക്കെ ഇത് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതും ഇതിലേക്ക് ഒഴിക്കുക. സാധാരണയാണെങ്കിൽ തൈര് മാത്രം ഒഴിച്ച് ഇതിലേക്ക് അടിച്ച് മിക്സി തന്നെ അടിച്ച് അല്ലെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് ഒഴിച്ച് എടുത്താൽ ഒന്ന് ജസ്റ്റ് ഒരു തിള വന്നാൽ മതി. എന്ന് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് ഇടാക്കിയാൽ നമ്മുടെ മാങ്ങാക്കറി റെഡിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്